കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഞാൻ അടിച്ചു തരാം. അയ്യോ ഇത്ര നേരം തോന്നിയില്ലല്ലോ. തോന്നിയോ? ഇപ്പൊ ചെയ്യണ്ട ഇനി കേട്ടാ. ഇതൊട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അടിച്ചു തരിക്കണം പോരെ. ആഴ്ച ഒരു ദിവസം പറഞ്ഞപ്പോ ആ സംഭവം അങ്ങ് പെട്ടെന്ന് തീർന്ന്. പക്ഷെ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ചെയ്ത് കാണിച്ചു തരാലോ. വേണ്ട, ചെയ്ത് തന്നാ മതി. കാണിച്ചു തരണ്ട. ചെയ്യൂലോ? ചെയ്യില്ലല്ലോ. ചെയ്ത് കാണിച്ചു തരാന്നേ. കാണിച്ചു തരണ്ടാന്നേ. ചെയ്യാന്നേ. തർക്കത്തിന് പറയാതെ പോവച്ചവിടുന്ന്. അമ്മ നോക്കോ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. മാറിക്ക്. സേവനവാരം നിങ്ങളെ വെളുപ്പാങ്കാലത്ത് ഇവിടുന്ന് പോയതാ. എന്നിട്ട് ഇപ്പഴാണ് ഇങ്ങോട്ട് കയറണ്ട. മണി 8 എവിടെ പോയി ഇത്ര നേരം? ഞാൻ അവസരം കാണാൻ വേണ്ടി പോരുന്നത്. 3 വർക്ക് സൈറ്റ് ഉണ്ട്. 3നും വർക്കേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് വിട്ട്. ഇനി 3 കൂടെ കിട്ടാനുണ്ട്. ഈ പറഞ്ഞ മണി 8 ഓഫീസിൽ പോയില്ലേ? പോണം. പാണ ഇനി പറ. ലേറ്റായത് എന്റെ റൂം വൃത്തിയാക്കിയിട്ടാണ് ലേറ്റായെന്ന് പറ. അല്ലെങ്കിൽ എല്ലാം കൂടെ എന്റെ തലയിലാണോ ഒന്ന് വീണത്? അമ്മ ഇവിടെ നിൽക്കാറാ. ഞാൻ അമ്മയെ കാണാൻ വരായിരുന്നു. ആണോ? അമ്മയെ കാണാൻ വേണ്ടി ലണ്ടനിൽ നിന്ന് വരെയാണ് കേരളത്തിലോട്ടെ. ഇടയ്ക്ക് ഫ്ലൈറ്റ് മാറി കയറാൻ വേണ്ടി ബോംബെ ഇറങ്ങി. എയർപോർട്ട് വെച്ചോടെ അമ്മയെ കണ്ടു. അയ്യോ അമ്മ അതിശയം തന്നെ. എന്തോന്ന് വെച്ചാൽ പറയണത് ചേട്ടാ? അതായത് അടുക്കള നിൽക്കണ അമ്മയെ കാണാൻ വേണ്ടി ചേട്ടൻ പോയല്ല. അപ്പൊ ഇവിടെ അമ്മ ചേട്ടൻ കണ്ടല്ലോ. ആ ഒരു അതിശയത്തിന്റെ വിശാല രൂപമാണ് അച്ഛൻ ഇവിടെ അവതരിപ്പിച്ചത്. എന്റെ ദൈവമേ. അമ്മ അമ്മ ഒന്ന് വന്നേ. കാര്യം പറയട്ടെ. നിനക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? നീ ഇപ്പൊ പോയാലും നീ ഓഫീസിൽ പോകില്ല. പറയണ ഞാനാണ്. അമ്മ മാമ നമുക്ക് എവിടെ പോണു? പടാ. എന്തിനാ ഇഷ്ടം? എനിക്ക് എന്നെ അമ്മയുടെ സംസാരിക്കാൻ പറ്റില്ല. അമ്മ എടുത്ത് കഥ പറയാൻ വേണ്ടിയിരിക്കുന്നത്. പടാ അവിടുന്ന്. അച്ഛൻ കേൾക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി അല്ലേ അച്ഛാ? അത് മതി. പറഞ്ഞില്ലേ? പടാ. എന്ത് പോ പോണില്ലടാ. നിനക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. കേട്ടാ. നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ ചെഞ്ചൻ അടക്കളയിൽ മുറിയിലേക്ക് നിന്നേ ഫോണിൽ കൂടെയാണ് സംഭാഷണമാണെങ്കിൽ നിന്റെ ഫോണിൽ അടിച്ചു പൊട്ടി. പാവം എന്റെ കൊച്ചു എന്തോ സീരിയസ് ആയിട്ട് പറയാൻ വന്നാണ് കേട്ടാ. എന്റെ അടുത്ത് കൂടെ പറഞ്ഞ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുന്നു? അത് കാർക്കോടകൻ മാറിക്കാൻ കൊടു പിടിക്കാനാടി. കാർക്കോടകൻ അവിടെ തൂത്തിട്ടില്ലായിരുന്നു. ഇങ്ങോട്ട് മാറ്. നട്ടലൊടിച്ച് തറ കിടക്കുന്ന നീ ഇങ്ങനെ ഓടിക്കാൻ വന്നാ മതി. ആരാണ് ആദ്യം ഓടിയണെന്ന് കാണാം. കൊച്ച ബാക്കി നോക്കി വെച്ചാ തൂക്കാന്ന് പറഞ്ഞിട്ട്. അത് ശരി. അത് അല്ല അയ്യോ. ആഹാ, ചേച്ചിയുടെ കുഞ്ഞിപ്പണ്ണി ഇവിടെ ഇരിക്കുവായിരുന്നോ? ചേച്ചി എവിടെയൊക്കെ തപ്പിയെന്ന് അറിയോ കുഞ്ഞിനെ? ഞാനിവിടെ ചേച്ചി അവിടെ നോക്കിട്ട് കാര്യമില്ലല്ലോ. അത് പറഞ്ഞ പോലെ ശരിയാണല്ലോ. അതെ, ഇന്ന് ജോലി ചെയ്ത അച്ഛനും അമ്മയും ചേട്ടനൊക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞിനെ എന്താ മേടിച്ചോണ്ട് വരണേ? എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ടെന്നാ? ഞാനേ അമ്മേനെ വിളിച്ച് പറയാം. അമ്മ ജോലി ചെയ്യുന്ന വരുമ്പോ കുഞ്ഞിനെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ലെന്നാ? അപ്പൊ എന്താ കുഞ്ഞിന് മിഠായി വേണ്ടേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ചേച്ചിയെ കുഞ്ഞിന്റെ കഥ പറഞ്ഞു തരട്ടെ. കാക്കയുടെയും കുയിലിന്റെയും കഥ. ഈ കഥയൊക്കെ കേട്ടിട്ട് മടുത്തന്നെ. മടുത്താ? കഥ വേണ്ടെങ്കിൽ വേണ്ട. ദേ, ഈ ചോറ് താർക്കാന്നറിയോ? അറിഞ്ഞൂടാ. ചേച്ചിക്കല്ല, ചേച്ചിയുടെ പാറക്കുട്ടിക്ക്. പാറക്കുട്ടിക്ക് ചോറ് വേണ്ട. അങ്ങനെ പറയല്ലേ. മൊത്തം കഴിക്കണ്ട, 2 ഉരുള കഴിച്ചാ മതി. ഒട്ടും കഴിക്കത്തില്ല. അതെന്താ നിനക്ക് വേണ്ടാത്ത? വേണ്ടാത്തോണ്ട്. അതെന്താ നിനക്ക് ചോറ് വേണ്ടാത്ത? എനിക്ക് വിശപ്പില്ല. പെണ്ണെ, മര്യാദക്ക് ചോറ് വെച്ചോണ്ട് സ്വഭാവം പുറത്തെടുക്കരുത് കേട്ടാ. കൊറേ നേരമായി അങ്ങനെ വരിക്കുവാ. സോപ്പിടപ്പലേ തോന്നി ചോറ് തരാനാന്ന്. ആണോ? എന്നാലേ നിന്നെ ഞാൻ ചോറ് തീറ്റിപ്പിച്ചിട്ട് നീ ഇവിടുന്ന് പുറത്തു വിടത്തുള്ളൂ. നോക്കിക്കോ. സംസാരിക്കാൻ പാടില്ല. ചേച്ചി എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് ഇവിടെ? ഈ കൊച്ചു ചോറ് കഴിക്കണേ കേട്ടാ. കൊറേ നേരമായി. അവക്ക് വേണ്ടെങ്കിൽ കൊടുക്കണ്ടെന്നേ. അവക്ക് വിശക്കുമ്പെടുത്ത് കഴിച്ചോളും. ഇതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? അമ്മ വരുമ്പോ ചോദിക്കും കൊച്ചു ചോറുണ്ടോന്ന്. ഇവിടെ എടുത്ത ഉടനെ പറയും ചേച്ചി ചോറ് തന്നില്ലാന്ന്. അവസാനം അമ്മയുടെ ചീത്ത മൊത്തം ഞാൻ കേൾക്കണം. എന്നെ കൊണ്ടൊന്ന് വയ്യ ചീത്ത കേൾക്കാൻ. ഇവിടെ നിക്കുന്നത് കൊണ്ട് ആകപ്പാടുള്ളൊരു ടാസ്ക് ദേ ഈ കൊച്ചിന് ചോറ് കൊടുക്കുന്നതാണ്. ചോറ് കഴിക്കും. ചോറ് കഴിക്കും കുഞ്ഞാ. എന്നെ ശല്യപ്പെടുത്തല്ലേ. നീ ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. ചോറ് കഴിക്കുന്നതാണ് ശല്യം. കുഞ്ഞാ ചോറ് കഴിച്ചേ കഴിക്കും. ചുമ്മാ വാശി പിടിക്കല്ലേ. ആരാ വരുന്നേ നോക്കേ. അവള് മുങ്ങി. കുരിപ്പ്. ഇനി അവളെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. വയ്യ. അമ്മ വരുമ്പോ നിങ്ങളൊന്നും പറയും ഇവിടെ ലീലാവിലാസങ്ങള്. പിന്നെന്താ? അതും പോയിട്ട് ചോറ് കൊടുക്കാൻ നോക്കുക. അതാണ് ചേച്ചി ഇന്നത്തെ ടാസ്ക്. ചെല്ലേ പാറേ. പാറോ.
അച്ഛേ ആ ചേട്ടൻ വന്നാ ഞാൻ എത്തിയിട്ട് അരമണിക്കൂറായി. എല്ലാം കഴിക്കാനുണ്ടാ? ചോറും കറി ഇരിപ്പുണ്ട്. ചോറും കറിയാ? വൈകുന്നേരം 6 മണിക്കാ? എനിക്ക് ചോറും കറിയൊന്നും വേണ്ട, വേറെ വല്ലതും 6 മണിക്ക് കഴിക്കാൻ പറ്റതാ? ദോശ ഉണ്ടായിരുന്നു ചേട്ടാ, അതാ കേശു തട്ടി. ഇവനെ കൊണ്ട് വലിയ മീനുള്ള. അല്ല അമ്മ എന്താ വരെ ലേറ്റ് ആവണത്? എനിക്കറിയാൻ പാടില്ല. അച്ഛനും 2-3 തവണ വന്ന് ചോദിച്ചു അമ്മ വന്നില്ലേന്ന്. അവസാനം ഞാൻ ചൂടായി. അച്ഛന് ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. ആ എന്താണ് കിച്ചണില്? കിച്ചണില് ഗോതമ്പുണ്ട. ഏ എന്തോ നട ഇങ്ങനെ വലിച്ചു വാരി കയറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കഴിക്കണ്ടേ? ഓ അതാണ്. അത് 4 ദോശ വേസ്റ്റ് ആവണമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് കഴിച്ചല്ലേ. അല്ല ചേട്ടനൊന്നും കഴിച്ചില്ലേ? വിശക്കണെന്ന് പറഞ്ഞു. നീ ഒന്നും കഴിച്ചില്ലടാ ഉച്ചക്ക്? നീ കഴിച്ചല്ലേ? കഴിച്ചു. എന്നിട്ട് പിന്നെ ഭക്ഷണല്ലേ? അവൻ കഴിച്ചിട്ട് പിന്നെ അടുത്ത നിമിഷം അമ്മ വീണ്ടും വിശക്കുമല്ലോ. എളി നോക്ക്. എന്തിന്റെ സൂക്കേടാണ് നിനക്ക്? കഷ്ടം തന്നെടാ.